Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് if two sides and the angle made by those two sides of a triangle are equal to two sides and the angle made by the two sides of another triangle, the triangles are equal. രണ്ട് ട്രയാങ്കിൾസും ഈക്വലായി മാറുന്നതാണ്. രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആവുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസായി മാറും. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ സൈഡ്സ് രണ്ട് ട്രയാങ്കിളിലെയും മൂന്നാമത്തെ സൈഡ്സ് ഈക്വലായി മാറും. ബാക്കി വരുന്ന രണ്ട് ആംഗിൾസും രണ്ട് ട്രയാങ്കിൾസിലും ഈക്വലായി മാറും എന്നാണ് പഠിച്ചത്. ഓക്കെ, ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ സൈസിൽ വ്യത്യാസം വരും, ട്രയാങ്കിൾസ് ഈക്വൽ ആവില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ രണ്ട് ഫിഗർ വെച്ചുകൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന് താഴെയുള്ള എക്സസൈസിലേക്ക് പോവുകയാണ്. പേജ് 15 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, 15 and 16. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ പെയർസ് ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. രണ്ട് വീതം ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്, പെയർ ഓഫ് ട്രയാങ്കിൾസ്. അതിൽ മാച്ചിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിളിൽ സൈഡ്സ് നോക്കാം. എ ബി 3 സെൻറ്റിമീറ്റർ, എ സി 7 സെൻറ്റിമീറ്റർ. ആ രണ്ട് സൈഡ്സിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. ഇവിടെ അതേപോലെ തന്നെ രണ്ട് സൈഡ്സ് 7 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അതിനിടയിൽ വരുന്ന ആംഗിൾ 40 ഡിഗ്രി. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസാണ് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? മൂന്നാമത്തെ സൈഡ്സ് രണ്ട് ട്രയാങ്കിൾസും ഈക്വലായി മാറും. അപ്പോൾ മൂന്നാമത്തെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി സി ആണ്, ഇവിടെ പി ആറാണ്. അപ്പോൾ പി ആറും ബി സിയും ഈക്വലായി മാറും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസിലും സൈഡ്സൊക്കെ ഈക്വലായി, സ്വാഭാവികമായിട്ടും ആംഗിൾസും ഈക്വലായി മാറും. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസാണ് ഈക്വലായി മാറാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് എന്ന് ചോദിച്ചാൽ ഇതിൽ എ 40 ആണ്, ഇതിലെ ക്യൂ 40 ആണ്. അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതാം. ഇനി ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി, ഇവിടെ 3ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ പി ആണ്. അതുകൊണ്ട് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് എഴുതാം. പിന്നെ ബാക്കി വരുന്നത് ഓരോ ആംഗിൾ വീതമാണ്. ഇതിൽ ആംഗിൾ ബി, ഇതിൽ ആംഗിൾ ആർ. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ എഴുതാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. അങ്ങനെ എഴുതാനുള്ള കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസാണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആവാനുള്ള കാരണം two sides and included angle are equal in both the triangles. ഓക്കെ, ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ two sides 6 and 4 centimeter, included angle is 50 degree. Here also in the same way 6 centimeter and 4 centimeter, in between the angle is 50 degree. So these two triangles are equal as we studied now. Okay, so the third side NM and XY are equal. Now three sides are equal, therefore three angles will be equal. So which are the equal angles? Here angle L is 50, angle Z is 50, therefore angle L is equal to angle Z. Then opposite to 6 centimeter it is N, opposite to 6 centimeter it is X, so we can write angle N is equal to angle X. Then the remaining angles will be equal. Here it is angle M and here it is angle Y. So angle M is equal to angle Y എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ നോട്ട്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ പകർത്ത് ചിത്രമൊക്കെ വരച്ചതിന് ശേഷം എഴുതുക. ആംഗിൾ L is equal to angle Z, angle M is equal to angle Y and angle N is equal to angle X. Okay, then we can move to the next question in page 16. Okay, page 16 question number 2, second question paranda. In the figure below, AC and BE are parallel lines. Okay, AC and BE are parallel lines. Okay, then measures of some sides are given. It is 4 centimeter, here it is 6 centimeter. In the same way here it is 6 centimeter, here it is 4 centimeter. Then there are two questions. The first one is, are the lengths of BC and DE equal? Why?
ഈ ബി സിയുടെയും ഡി ഇയുടെയും ലെങ്സ് ഈക്വൽ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആർ ദ ലെങ്സ് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ? വൈ? അപ്പോൾ ഇത് രണ്ടും പാരലൽ ആണെന്ന് പറഞ്ഞു. പാരലൽ ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസിനെയും പാരലൽ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പറയുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി മാറും. ഓക്കെ, അങ്ങനെ ഈക്വലായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളും ബി ഡി ഇ എന്ന ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 sides are 6 and 4, രണ്ട് ഭാഗത്തും. ഓക്കെ, and the included angle, we don't know the measure, but the included angle are equal, or angle made by these two sides equal to angle made by these two sides. Therefore these two triangles are equal triangles. Okay, ABC and BDE are equal triangles. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മൂന്നാമത്തെ സൈഡ്സ് ഈക്വലായി മാറും, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, if two sides and angle made by them are equal to two sides and the angle made by those two sides, then the third sides are equal. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് സൈഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബി സിയും ഡി ഇയും ആണ്. സോ ബി സി ഈസ് ഈക്വൽ ടു ഡി ഇ. ഓക്കെ, അപ്പോൾ ആർ ദ ലെങ്സ് ഓഫ് ബി സി ആൻഡ് ഡി ഇ ഈക്വൽ എന്ന് വെച്ചാൽ യെസ്, ബി സി ഈസ് ഈക്വൽ ടു ഡി ഇ. വൈ എന്ന് വെച്ചാൽ റീസൺ എന്താണ്? എ സി ആൻഡ് ബി ഇ ആർ പാരലൽ, therefore corresponding angles will be equal. That means angle CAB is equal to angle EBD. Therefore triangle ABC and triangle BDE are equal triangles. Okay, അതാണ് റീസൺ. നോക്കുക, എ സി പാരലൽ ടു ബി ഇ. ഓക്കെ, എ സി പാരലൽ ടു ബി ഇ തന്നിട്ടുണ്ട്. therefore angle A is equal to angle B. angle A is equal to angle B എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്, ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടുമാണ് ആംഗിൾസ്. ഓക്കെ, therefore triangle CAB and triangle EBD are equal. SAS means side and the angle between the two sides. അതാണ് SAS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്ന ഈക്വാലിറ്റിക്ക് വേണ്ടി പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം എഴുതി വെച്ചിരിക്കുകയാണ്, SAS. ഓക്കെ, സൈഡ് ആംഗിൾ സൈഡ്. So angle A is equal to angle B. Therefore triangle CAB and triangle EBD are equal. CAB and EDB, this triangle and this triangle, both are equal. Okay, if they are equal, we can write what? BC is equal to DE. അതുകൊണ്ട് BC is equal to, therefore BC is equal to DE. So this is the answer for the first part. The second part എന്താണ്? RBC and DE parallel Y. ഓക്കെ, ഇനി ഈ ബി സിയും ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. അവ രണ്ടും പാരലൽ ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് കിട്ടി. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അതേപോലെ ഇവിടെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആംഗിൾസാണ്. അതേ സമയത്ത് ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസുമാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് ആർ പാരലൽ. എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇപ്പോൾ രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചു, അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസിന് പറയുന്നതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ ലൈനിൻ്റെ മേലെയാണ് ഇത് രണ്ടും, ഈ ലൈനിൻ്റെ മേലെ, ഈ ലൈനിൻ്റെ മേലെ, ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ. ഓക്കെ, ഒരേ പ്ലേസിലാണ് രണ്ടുള്ളത്. അപ്പോൾ ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. അതുപോലെ ഇത് രണ്ടും വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുപോലെ ഇവിടെ താഴെ ഇത് രണ്ടും വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അതേപോലെ ഇത് രണ്ടും വൺ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് പാരലലായിട്ട് വരച്ചാലും പാരലൽ അല്ലാതെ വരച്ചാലും, ഇപ്പോൾ ഇങ്ങനെ വരച്ചു വിചാരിക്കും, അങ്ങനെ വരച്ചാലും പേരൊക്കെ എന്ത് തന്നെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാണ്. പക്ഷേ ഈ രണ്ട് ലൈൻസും പാരലൽ അല്ലെങ്കിൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിരിക്കില്ല. ഇതിൻ്റെ മെഷറും ഡിഫറൻ്റ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താവും? ഈക്വലാവും. അതിൻ്റെ നേരെ ഇൻവേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ, നേരെ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതും ശരിയാവും. എങ്ങനെ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വന്നാൽ ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ലെങ്കിൽ ലൈൻസ്
പാരലൽ ആവില്ല. ഓക്കെ, അപ്പോൾ ലൈൻസ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് പാരലലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്രത്യേകതയാണ് ഉപയോഗിച്ചത്? ഈ രണ്ട് ലൈനും പാരലലാണ്, അതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് രണ്ടും ഈക്വലായി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ലൈൻസും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ബി സി ഈസ് ഈക്വൽ ടു ഡി ഇ എന്ന് കിട്ടി. അപ്പോൾ ഈ ലൈൻ എന്ത് ചെയ്യുന്നു? നീട്ടി വരച്ചാൽ ഓക്കെ ഈ രണ്ട് ലൈനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസാണ് ഇത് രണ്ടും. ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസായി മാറും. സിൻസ് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ, ഈ രണ്ട് ആംഗിൾസും ഈക്വലായി മാറിയത് കൊണ്ട് ഈ രണ്ട് ലൈൻസും എന്തായി മാറും? പാരലൽ ലൈൻസായി മാറും. Therefore we can say that BC is parallel to DE. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എഴുതുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ആസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, രണ്ട് ട്രയാങ്കിൾസ് നേരത്തെ ഈക്വൽ ആണെന്ന് കിട്ടി, അതുകൊണ്ട് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഏതാണ് ആംഗിൾ ബി ആംഗിൾ ഡി എന്ന് ഞാൻ കാണിച്ചു തന്നു. ഇതാണ് ആംഗിൾ, ഇത് ആംഗിൾ ബി ആണ്, ഇത് ആംഗിൾ ഡി ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ദേ ആർ ഈക്വൽ, therefore they are corresponding. നോട്ട് therefore ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് നമുക്ക് കിട്ടി. മാത്രമല്ല ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, മാത്രമല്ല ആംഗിൾസ് രണ്ടും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ലൈൻസ് ആർ പാരലൽ. അതുകൊണ്ട് ബി സി ആൻഡ് ഡി ഇ ആർ പാരലൽ. ഓക്കെ, സോ വി റൈറ്റ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്, therefore ബി സി പാരലൽ ടു ഇ ഡി. ഓക്കെ, ഇങ്ങനെ രണ്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ പാരലൽ ടു എന്നുള്ളതിനാണ്. അപ്പോൾ ബി സി ആൻഡ് ഇ ഡി ആർ പാരലൽ എന്നുള്ളതിന് ഇങ്ങനെ എഴുതാം, ബി സി പാരലൽ ടു ഇ ഡി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ? നോക്കാം. ഇൻ എ സി ബി ഡി, ഇവിടെ എ സി ബി ഡി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എ സി ബി ഡി, ഇറ്റ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ. In ACBD, a parallelogram is ACBD in the figure a parallelogram. Why? Okay, ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ACBD എന്ന ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, പാരലലോഗ്രാം ആണെന്ന് തെളിയിക്കാൻ പല കാര്യങ്ങളുണ്ട്. അതിലൊന്നും എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെങ്കിൽ, ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ക്വാഡ്രിലാറ്ററൽ ഈസ് പാരലലോഗ്രാം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ ഇത് രണ്ടും പാരലലാവുക, നേരെ തിരിച്ച് ഈ രണ്ട് സൈഡ്സും പാരലലാവുക. അങ്ങനെയാണെങ്കിൽ ദിസ് ക്വാഡ്രിലാറ്ററൽ, അതിന് പുറത്തേക്കുള്ളതൊക്കെ മായ്ച്ച് കളയാം. അപ്പോൾ ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് പാരലലോഗ്രാം. എങ്ങനെ? ഇത് രണ്ടും പാരലലാവുക, ഇത് രണ്ടും പാരലലാവുക. ദാറ്റ് മീൻസ് ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഇഫ് സോ വി ക്യാൻ സേ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ ഈസ് പാരലലോഗ്രാം. അപ്പോൾ രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സും പാരലൽ ആണ് എന്ന് നമ്മൾ തെളിയിക്കുന്നു. നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നു. അങ്ങനെ ബോത്ത് പെയർസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് ഇറ്റ്സ് എ പാരലലോഗ്രാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഫിഗറിൽ നോക്കിയാൽ എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇത് 6 സെൻറ്റിമീറ്റർ, ദിസ് ഓൾസോ ഇസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. എ സി ബി എന്ന മുകളിലുള്ള ട്രയാങ്കിളും എ ഡി ബി എന്ന താഴെയുള്ള ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിളിലും ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ, ഇവിടെയും ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, പിന്നെ എ ബി എന്ന സൈഡ് രണ്ടിനും കോമൺ ആണ്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ്, ഈ ട്രയാങ്കിളിൻ്റെയും സൈഡാണ്. സോ എ ബി ഈസ് ഈക്വൽ ടു എ ബി, ദാറ്റ് ഇസ് എ കോമൺ സൈഡ് ഓഫ് ബോത്ത് ദ ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഈ രണ്ട് സൈഡ്സിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 35 ഡിഗ്രിയാണ്. അതേപോലെ ഈ രണ്ട് സൈഡ്സിനും ഇടയിലുള്ള ആംഗിളും 35 ഡിഗ്രിയാണ്. ഓക്കെ, നൗ വി ക്യാൻ സേ ദാറ്റ് ടു സൈഡ്സ് ആൻഡ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദോസ് ടു സൈഡ്സ്, ദാറ്റ് ഈസ് 35 ഡിഗ്രി, ആർ ഈക്വൽ ടു these two sides and the angle made by those two sides. Okay, therefore these two triangles are now equal triangles. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈ രണ്ട് സൈഡും ഈ രണ്ട് സൈഡുമാണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഇതും ഈക്വൽ ആവും. ഓക്കെ, മാത്രവുമല്ല
മറ്റ് ആംഗിൾസും ഈക്വലാവും. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആവുമ്പോൾ ഈ 6-ന് ഓപ്പോസിറ്റായിട്ട് ഈ ട്രയാങ്കിൾ വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ്. അതുപോലെ ഇവിടെ 6-ന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ട്രയാങ്കിളിലെ ആംഗിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അതുപോലെ ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻസ് ആ രണ്ട് ലൈനിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ Z ഷേപ്പിൽ രണ്ട് ആംഗിൾസ് ഉണ്ടാവും. അത്തരം ആംഗിൾസിന് പറയുന്ന പേര് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നാണ്. ഓക്കെ, ഇവിടെയും കാണാം ഇങ്ങനെ Z ഷേപ്പിലെ ആംഗിൾസ്, ഇത് രണ്ടും. ഓക്കെ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ആ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഈക്വൽ ആണെങ്കിൽ ദ ലൈൻസ് ആർ പാരലൽ. അപ്പോൾ ഇവിടെ ഇത് 35 രണ്ടും ഈക്വൽ. ദർഫോർ AC ആൻഡ് BD ദീസ് ടു ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ഓക്കെ, അതേപോലെ ദിസ് ആംഗിൾ, ദാറ്റ് ഈസ് ആംഗിൾ CBA ആൻഡ് ആംഗിൾ DAB, ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. സിൻസ് ദീസ് ടു ആർ ഈക്വൽ and they are alternate interior angle also, therefore these two lines are parallel. This line and this line both are parallel. Now what we get? We get both pairs of opposite sides are parallel. അതായത് ഈ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പെയറും ഈ പെയറും രണ്ടും എന്താണ്? പാരലൽ ആണ്. അങ്ങനെ പാരലൽ ആയതുകൊണ്ട് this can be called a parallelogram. ACBD is a parallelogram. അങ്ങനെയാണ് നമ്മൾ ആ പ്രൂഫിലേക്ക് വരുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നോക്കി നിങ്ങൾ നോട്ട്സ് എഴുതാം. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ABD. ഓക്കെ, ABC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ, ABD എന്ന ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളിലും എന്തെല്ലാമാണ് പ്രത്യേകത നോക്കുക. AC ഈക്വൽ ടു BD, അതായത് ഈ സൈഡും ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. Then AB is equal to AB. AB is equal to AB എന്ന് പറഞ്ഞാൽ AB of this triangle and AB of this triangle. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ സൈഡാണല്ലോ, അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. നമ്മൾ കോമൺ എഴുതുന്നു, അതായത് രണ്ടിൻ്റെയും കോമൺ സൈഡാണ് AB, അത് ഈക്വലാണ് എന്ന് എഴുതുന്നു. പിന്നെ ആംഗിൾ A is equal to 35, that is equal to ആംഗിൾ B. ആംഗിൾ A എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ട്രയാങ്കിളിലെ ആംഗിൾ A, അതായത് ഇത്. ഓക്കെ, കൺസിഡർ ചെയ്ത ട്രയാങ്കിളിലെ ആംഗിൾ A, അതായത് ഇത്. ഓക്കെ, ഇവിടെ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിലെ ആംഗിൾ B, അതാണ് ഇത്. ഇത് രണ്ടും ഈക്വലായി. സോ ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ ഇൻ ടു ട്രയാങ്കിൾസ്. ദർഫോർ ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് കിട്ടി. ഓക്കെ, വി ഗോട്ട് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏത് പ്രോപ്പർട്ടി അനുസരിച്ചാണ്? SAS, ദാറ്റ് ഈസ് ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ എന്നുള്ളത്. ദർഫോർ ആംഗിൾ ABC ആൻഡ് ആംഗിൾ BAD ആർ ഈക്വൽ. ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ BAD, അതായത് ഈ ആംഗിൾ. ഓക്കെ, ഈ രണ്ട് ആംഗിളും എന്തായാലും ഈക്വലായി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വലാണ്, ഈ രണ്ട് ആംഗിളും ഈക്വലാണ് എന്ന് കിട്ടി. ദേ ആർ വാട്ട്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, therefore the lines are parallel. അപ്പോൾ നമ്മൾ എന്താണ്? if alternate interior angles are equal, alternate interior angles are equal, lines are parallel. Okay, here angle CAB and angle ABC both are equal and they are alternate interior angles. Okay, alternate interior angles. മേലെ എഴുതിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഷോർട്ടാക്കി എഴുതിയത്. alternate interior angles. CAB and ABC are equal. CAB and ABD are AC is parallel to BD. CAB and ABD are equal, therefore AC is parallel to BD. CAB and ABD
are equal and they are alternate interior angles, therefore AC is parallel to BD. Then angle ABC is equal to angle BAD. Okay, angle ABC is equal to angle BAD. They are also alternate interior angles, therefore okay, alternate interior angles, therefore AD is parallel to BC. AD parallel to BC. ഞാൻ പറഞ്ഞതാണ് ഈ AD യും BC യും രണ്ടും parallel ആണ്. Now we got these two sides are parallel and these two sides are parallel. That means both pairs of opposite sides are parallel. Therefore this ACBD is a parallelogram. Okay, if both pair of opposite sides are parallel, quadrilateral is called parallelogram. ഓക്കെ, ഇനി എന്താണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാം. രണ്ട് ലൈൻസ് ഇങ്ങനെ ഉണ്ട്, അതിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നു, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾസ്. ഓക്കെ, സെഡ് ഷേപ്പിൽ, ഇങ്ങനെ സെഡ് ഷേപ്പിൽ ഉണ്ടാവുന്ന ആംഗിൾസിനെയാണെന്ന് പറയാം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇത് രണ്ടും, ഒന്നും രണ്ടും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതേപോലെ തന്നെ നമുക്ക് ആംഗിൾ 3, ആംഗിൾ 4 ഇതും എന്താണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. പക്ഷേ ഇവിടെ ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല. അങ്ങനെ പാരലൽ അല്ലാത്തതുകൊണ്ട് ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആവില്ല. അതായത് ആംഗിൾ 1 ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ 2. ഓക്കെ, ആൻഡ് ആംഗിൾ 3 ഓൾസോ ഈസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ 4. അതേ സ്ഥാനത്ത് ഈ രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ അതിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ സെഡ് ഷേപ്പിൽ ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും alternate interior angles ആണ്. Therefore they will be equal. If its measure is x, its measure also will be x. In the same way, if its measure is y, this will be y. അപ്പോൾ alternate interior angles ഉണ്ടാവും, ഈക്വൽ ആവും. ഓക്കെ, അത് നേരെ തിരിച്ചും പറയാം. alternate interior angles ഈക്വൽ ആണെങ്കിൽ ലൈൻസ് ആർ പാരലൽ. ഇവിടെ 3ഉം 4ഉം ഈക്വൽ അല്ല, അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല. ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ദെർഫോർ ദീസ് ലൈൻസ് ആർ പാരലൽ. ഓക്കെ, ആ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തത്? ACBD ഈസ് എ പാരലലോഗ്രാം എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. ഇവിടെ ഈ ഫിഗറിൽ ABC എന്നുള്ളൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൽ AB എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് M. ഓക്കെ, ആൻഡ് വി വാണ്ട് ടു കമ്പ്യൂട്ട് ദി അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് A. ഈ മറ്റ് രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആംഗിൾ ബി ആണ്, ഒന്ന് ആംഗിൾ സി. സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ്സിനും ഇടയിലുള്ള ആംഗിൾ, അതാണ് സി. ഓക്കെ, അപ്പോൾ സിയും കാണണം, ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണ്? എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് ആംഗിൾസും കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഈ ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്യുന്നത് എന്താണ്? ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ള ആശയം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലേക്ക് വന്നിട്ടാണ് നമ്മൾ ആൻസേഴ്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റിന് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എം. ഓക്കെ, ഇവിടെ ഈ ആംഗിൾ 90 ആണെന്നും ഫിഗറിൽ തന്നിട്ടുണ്ട്. ആംഗിൾ 90 ആണെന്ന് തന്നു. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും നമുക്കറിയാം. അപ്പോൾ ഒരു ആംഗിൾ 50 ആണ്, ഒരു ആംഗിൾ മാർക്ക് ചെയ്തതനുസരിച്ച് 90 ആണ്. ഓക്കെ, 90 + 50 ഈസ് ഈക്വൽ ടു 140. 180യിൽ നിന്ന് 140 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 40. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഇവിടെയുള്ള ആംഗിൾ 40 ആണ്. ഓക്കെ, വേറെ രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 90 ആയി കഴിഞ്ഞാൽ മറ്റ് രണ്ട് ആംഗിളും കൂടെ കൂട്ടിയാൽ 90 കിട്ടുക. ബിക്കോസ് നേരത്തെ പറഞ്ഞ തന്നെ സം ഓഫ് 3 ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ 180യിൽ ഒരു 90 കഴിച്ചാൽ പിന്നെ ബാക്കി രണ്ടും കൂടെ 90 ഉണ്ടാവുള്ളൂ.
അങ്ങനെയാണെങ്കിൽ 90യിൽ നിന്ന് ഈ അക്യൂട്ട് ആംഗിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആംഗിൾ ACM, ഈ ആംഗിൾ. ഓക്കെ, ദാറ്റ് ആംഗിൾ ഈസ് വാട്ട് 90 മൈനസ് 50. ഇത് രണ്ടും കൂടി കൂടിയാൽ 90 ആയിരിക്കും. 90യിൽ നിന്ന് ഈ 50 മൈനസ് ചെയ്തു, ഗോട്ട് 40. സോ ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. ഇനി M ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് AB തന്നിട്ടുണ്ട്. M ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് AB. അപ്പോൾ AM ആൻഡ് MB ബോത്ത് ആർ ഈക്വൽ. ഓക്കെ, സോ AM ഈസ് ഈക്വൽ ടു MB. പിന്നെ CM ഈസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾസ്. ബോത്ത് ദ ട്രയാങ്കിൾസ് മീൻസ് AMC എന്നുള്ള ഒരു ട്രയാങ്കിളും BMC എന്നുള്ള ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് ഇത് CM. അപ്പോൾ CM ഈസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾ ആൻഡ് AM ഈസ് ഈക്വൽ ടു MB ബിക്കോസ് M ഈസ് ദ മിഡ് പോയിൻറ്റ് ഓഫ് AB. അപ്പോൾ AM ഈസ് ഈക്വൽ ടു MB ആൻഡ് MC ഈസ് ഈക്വൽ ടു MC. And the angle between the two sides here it is 90. Therefore, this angle also will be 90. Okay, കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിലേക്ക് മറ്റൊരു ലൈൻ വരയ്ക്കുമ്പോൾ ആംഗിൾ 90 ആണെങ്കിൽ തൊട്ടിപ്പുറത്തുണ്ടാകുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ആയിരിക്കും. Therefore, this is 90. Okay, അപ്പോൾ AM is equal to MB and MC is equal to MC and the angle between the two sides here it is 90 and here also is 90. Therefore, two triangles are equal. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ് ഈക്വൽ ആവും? ട്രയാങ്കിൾ AMC ഈക്വൽ ടു ട്രയാങ്കിൾ BMC. AMC എന്ന ട്രയാങ്കിളും BMC എന്ന ട്രയാങ്കിളും, രണ്ട് ട്രയാങ്കിളും എന്തായി? ഈക്വൽ ട്രയാങ്കിൾസ്. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എല്ലാം ഈക്വൽ ആവും. അപ്പോൾ ഈ ട്രയാങ്കിളിലെ CMഉം ഈ ട്രയാങ്കിളിലുള്ള CM രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയുള്ള ആംഗിളും രണ്ടും എന്താവും? സെയിം ആയി മാറും. അപ്പോൾ ദിസ് ഈസ് 50 ഡിഗ്രി, therefore this also is 50 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംഗിൾ B ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൽ രണ്ടാമത്തെ ആംഗിൾ നമുക്ക് കിട്ടി. ഒരു ആംഗിൾ 50 ആണ്, ഈ ആംഗിൾ ഇപ്പോൾ കിട്ടി 50. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആംഗിൾ 50 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ ആംഗിൾ എത്ര ആയിരിക്കും നമുക്കറിയാം അല്ലേ? 50 + 50 100 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ B ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, ദിസ് A ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. therefore ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180 മൈനസ് 50 + 50. ഓക്കെ, 180 മൈനസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 80. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് നമുക്ക് എന്ത് കിട്ടി? 40 കിട്ടിയല്ലോ. ഇത് 40 ആണ്. അത് പെൻസിൽ കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ തന്ന ആംഗിൾ ആയതുകൊണ്ട് ഇത് നമ്മൾ പേന കൊണ്ട് എഴുതുന്നു. ഇത് നമ്മൾ തൽക്കാലം കണ്ടുപിടിച്ചതുകൊണ്ട് പെൻസിൽ കൊണ്ട് എഴുതുക. അപ്പോൾ ഇത് ഈസ് 40 ആൻഡ് ദിസ് 40 ഈസ് ഓപ്പോസിറ്റ് ഓഫ് AM. ഓക്കെ, ആൻഡ് AM ഈസ് ഈക്വൽ ടു MB. അപ്പോൾ MBക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 40 ആയിരിക്കും. സോ വിൽ ഗെറ്റ് ACB ഈസ് ഈക്വൽ ടു 40 + 40. ഓക്കെ, 40 + 40 ഈസ് ഈക്വൽ ടു 80. ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 40 + 40 ദാറ്റ്സ് ഈക്വൽ ടു 80. അങ്ങനെയും കാണാം, രണ്ട് രീതിയിലും കാണാം. 40 + 40 80 എന്നുള്ള രീതിയിൽ കാണാം. അതല്ലെങ്കിൽ ദിസ് ഈസ് 50, ദിസ് ഈസ് 50, അപ്പോൾ 50 + 50 ഈസ് 100. ദെൻ ദ തേർഡ് ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 80. അങ്ങനെയും കാണാം. ഓക്കെ, അപ്പോൾ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ 5th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 5th ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. In the figure below, the lines AB and CD are parallel and M is the midpoint of AB. ഇവിടെ AB എന്ന സൈഡും DC എന്ന സൈഡും ഈ രണ്ട് സൈഡും പാരലലാണ്. ഓക്കെ, മാത്രമല്ല M എന്നുള്ളത് ABയുടെ മിഡ് പോയിൻ്റ് ആണ്. ABയുടെ ടോട്ടൽ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് M എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും എത്രയായിരിക്കും നമുക്ക് മനസ്സിലാവും. എത്രയായിരിക്കും? ടോട്ടൽ 12 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇത് 6 ആയിരിക്കും, ഇവിടെയും 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടുന്നു. രണ്ട് സൈഡ്സ് നമുക്ക് കിട്ടുന്നു. രണ്ടും എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. ഓക്കെ,
AM is equal to 6 centimeter and MB is equal to 6 centimeter നമുക്ക് കിട്ടി. ഇനി നോക്കുക, ഇനി ഈ ഫിഗറിൽ കുറേ ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിനെ കുറിച്ചും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് ഈക്വൽ ആവുക, ഈക്വൽ ആകുമ്പോൾ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണ്, ലൈൻസ് പാരലൽ ആകുമ്പോൾ ഈക്വൽ ആവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഒക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ലൈൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇത്, ഈ ലൈൻ. ഓക്കെ, ഈ ലൈൻ. അപ്പോൾ ഇവിടെ Z ആകൃതിയിൽ രണ്ട് ആംഗിൾസ് കാണാം ഇങ്ങനെ. ഓക്കെ, സോ ദീസ് ടു ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇപ്പോൾ പാരലൽ ആണെങ്കിലും അല്ലെങ്കിലും പേരെന്താണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. പക്ഷേ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മെഷേഴ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ രണ്ട് പാരലൽസിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ലൈനാണിത്. ഇത് അങ്ങോട്ടുമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റൻഷൻ ഇവിടെ ഇല്ല എന്നുള്ളൂ, ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു Z ആകൃതിയിൽ നിൽക്കണം ഇങ്ങനെ. സോ ദീസ് ടു ആംഗിൾസ് ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ X എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതും X ആണ്, ഇത് Y ആണെങ്കിൽ ഇവിടെയും Y ആണ്. ദാറ്റ് മീൻസ് മെഷേഴ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വിചാരിക്കുക. ട്രയാങ്കിൾ DCM എന്ന ട്രയാങ്കിളും DMA എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ട്രയാങ്കിളിലും ഉള്ള പ്രത്യേകത നോക്കുക. DC 6 centimeter, AM 6 centimeter. Okay, and DM equal to DM, common side. And angle between these two sides is X. Angle between these two sides is X. അപ്പോൾ two sides-ഉം the angle made by them are equal in two triangles. Therefore, two triangles are now equal triangles. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡ്, ഈ സൈഡും ഈക്വൽ ആണ്. അതേപോലെ ആംഗിൾസും ഈക്വൽ ആവും. ഓക്കെ, ആംഗിൾസ് ഏതൊക്കെ ഈക്വൽ ആവും, ഈ 6-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇവിടെ 6-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആവും. അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് എന്ത് വിളിക്കാം, Z എന്ന് വിളിക്കാം, ഇവിടെയും Z എന്ന് വിളിക്കാം. അപ്പോൾ ഇത് രണ്ടും എന്താണ്, Z ആണ്, ഈക്വലാണ്. ഓക്കെ, അതേപോലെ ഈ സൈഡ് രണ്ടിൻ്റെയും കോമൺ സൈഡാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 40. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ ട്രയാങ്കിളിലുള്ള ആംഗിൾ ഏതാണ്, Y ആണ്. അപ്പോൾ Yൻ്റെ മെഷർ എത്രയായി മാറും, Y ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. ഓക്കെ, ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ട്രയാങ്കിൾ കോമൺ സൈഡാണിത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ ട്രയാങ്കിളിലെ ആംഗിൾ 40 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് ഈ ട്രയാങ്കിളിലെ ആംഗിളും 40 ആയിരിക്കും. ഹിയർ ഇറ്റ് ഈസ് Y, ദെർഫോർ Y ഈസ് 40. അങ്ങനെ Y 40 എന്ന് കിട്ടി. ഇവിടെ Y 40 ആണെങ്കിൽ ഈ ആംഗിൾ Y ആയതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്, 40 ആണ്. ഇനി അതേപോലെ ഈ ഫിഗറിലേക്ക് വന്നാൽ ഈ ക്വാഡ്രിലാറ്ററൽ യു ക്യാൻ സി ദിസ് സൈഡ് ഈസ് 6 ആൻഡ് ദിസ് സൈഡ് ഈസ് 6. ഓക്കെ, ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോമൺ സൈഡ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ സൈഡാണിത്. ഓക്കെ, CM ഈസ് കോമൺ ടു ബോത്ത് ദ ട്രയാങ്കിൾ. അപ്പോൾ this side is equal to this and this is equal to this itself, and the angle between these two sides is Y, and angle between these two sides is Y. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആയി. Two sides and the angle made by them are equal. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ ഈ സൈഡും ഈക്വൽ ആവും. ഓക്കെ, അതുപോലെ ഈ കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണുള്ളത്, 60 ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് എത്രയായിരിക്കും, 60 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 60 ആണ്. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇത് X ആയതുകൊണ്ട് ഇവിടെയും എത്രയാണ്, 60 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ദിസ് ഈസ് 40, ദിസ് ഈസ് 40, ദിസ് വൺ ഈസ് 60, ദിസ് വൺ ഈസ് 60 എന്നിട്ട്.
ഇനി ഈ ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾസ് എത്രയൊക്കെയായി? 60യുമായി 40ആയി. അപ്പോൾ 60 + 40 100. അപ്പോൾ ഈ Z എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. അപ്പോൾ ഇവിടെ Z 80 ആണെങ്കിൽ ഇവിടെയും Z എത്ര തന്നെയാണ്? 80 തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി ഈ രണ്ട് ലൈൻസ് പാരലൽ ആയതുകൊണ്ട് ഇങ്ങനെ Z ആകൃതിയിൽ കാണാം, Z. അപ്പോൾ ഇത് ഈ ആംഗിളിൻ്റെ മെഷർ Z കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ആംഗിളിൻ്റെ മെഷർ എന്ത് തന്നെയാണ്? Z തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് 40, x 60, ഓക്കെ. 40 + 60 100. അപ്പോൾ ഇത് 80. 40 60 80. ഓക്കെ. ഇവിടെ y 40, x 60, അപ്പോൾ 100. ഈ Z എത്രയായി? 80 ആയി. ഇവിടെ അതേപോലെ തന്നെ ഈ y 40, this one 60 and this 80. അപ്പോൾ ഈ മൂന്ന് ട്രയാങ്കിളിലും ഏതെല്ലാം ട്രയാങ്കിൾ? ട്രയാങ്കിൾ AMD, this one. ഓക്കെ. ട്രയാങ്കിൾ MBC, this one. then ട്രയാങ്കിൾ DCM, ഇത്. ഈ മൂന്ന് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? മൂന്ന് ട്രയാങ്കിളിലും ആംഗിൾസ് എല്ലാം എത്രയാണ്? 40, 60 and 80 ആണ്. അതാണ് നമ്മളോട് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ഹിയർ കമ്പ്യൂട്ട് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ AMD, ട്രയാങ്കിൾ MBC ആൻഡ് ട്രയാങ്കിൾ DCM. ആ മൂന്ന് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്സൊക്കെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുന്നത്? M ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് AB. M ABയുടെ മിഡ് പോയിൻ്റ് ആണ്. അതുകൊണ്ട് AM ഈസ് ഈക്വൽ ടു MB ഈസ് ഈക്വൽ 6 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് AM എന്നുള്ള ലെങ്ത്തും MB എന്നുള്ള ലെങ്ത്തും രണ്ടും ഈക്വലാണ്. മാത്രമല്ല രണ്ടും എന്തിന് ഈക്വലാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ബിക്കോസ് ദ ടോട്ടൽ ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. പിന്നെ AB ഈസ് പാരലൽ ടു DC. ഈ ABയും DCയും പാരലലാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ദെർഫോർ ആംഗിൾ AMD ഈസ് ഈക്വൽ ടു ആംഗിൾ CDM. AMD ഈ ആംഗിൾ, CDM ഈ ആംഗിൾ, ഇത് രണ്ടും ഈക്വലാണ്. അതിനെ നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്താണ്? X എന്നാണ്. ഓക്കെ. അതേപോലെ തന്നെ ആംഗിൾ DCM ഈക്വൽ ടു ആംഗിൾ CMD. DCM ഇതാണ് DCM. CMD ഈ ആംഗിൾ CMD, ഇത് DCM എന്നുള്ള ആംഗിൾ. ആ രണ്ട് ആംഗിളും ഈക്വൽ ബിക്കോസ് ദേ ആർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ. ലൈൻസ് പാരലൽ ആകുമ്പോൾ Z ആകൃതിയിൽ ഉണ്ടാകുന്ന ആംഗിൾസിന് പറയുന്ന പേരാണിത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ലൈൻസ് പാരലൽ ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതിയത്. ഓക്കെ. അപ്പോൾ DCM ഈസ് ഈക്വൽ ടു CMD, ദാറ്റ് ഈസ് ഈക്വൽ ടു Y. Y എന്നുള്ളത് നമ്മൾ കൊടുത്തതാണ് കേട്ടോ. ഫിഗറിൽ നോക്കിയിട്ട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതാണെന്ന് വേഗം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നൗ ട്രയാങ്കിൾ AMD ആൻഡ് ട്രയാങ്കിൾ CDM ആർ ഈക്വൽ. ഓക്കെ. AMD എന്നുള്ള ട്രയാങ്കിളും CMD എന്ന ട്രയാങ്കിൾ രണ്ടും ഈക്വലാണ്. ഈക്വലാണുള്ള കാരണം 2 sides and angle made by them are equal in both the triangles. Therefore angle DCM is equal to 40, angle CMD is equal to 40. Okay. Angle DCM, that is Y, equal to 40 and angle CMB equal to 40. CMB is equal to 40. നെക്സ്റ്റ് അതേപോലെ തന്നെ സിമിലർലി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിളും DCM എന്നുള്ള ട്രയാങ്കിളും DAM എന്നുള്ള ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് അതിലുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ആംഗിളും 40 ആണെന്ന് പ്രൂവ് ചെയ്തത്. അങ്ങനെ ഇത് 40 ആയതുകൊണ്ട് ഇതും 40 ആണ്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക, ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഇത് രണ്ട് അതാണ് സിമിലർലി എന്ന് പറയുന്നത്. അവിടെ ചെയ്തതുപോലെയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ട്രയാങ്കിൾ DCM ആൻഡ് ട്രയാങ്കിൾ BMC ആർ ഈക്വൽ. DCM ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ BMC എന്നുള്ള ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിളും എന്തായി മാറും? ഈക്വൽ ട്രയാങ്കിൾസ് ആവും.
ഓക്കെ, നേരത്തെ ചെയ്ത അതേ എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്താൽ. പക്ഷെ അത് നമ്മൾ വീണ്ടും എഴുതുമ്പോൾ നോട്ട് വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. സിമിലർലി എന്ന് മാത്രമേ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ചെയ്തതെല്ലാം ചെയ്താൽ അതുപോലെയൊക്കെ പരിഗണിച്ചാൽ കൺസിഡർ ചെയ്തിട്ട് സ്റ്റെപ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഏതെല്ലാം? ട്രയാങ്കിൾ ഡി സി എം ആൻഡ് ട്രയാങ്കിൾ ബി എം സി ആർ ഈക്വൽ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഈക്വൽ ആണെങ്കിൽ സി ഡി എം എത്രയാവും? 60 ആവും. സി ഡി എം എന്നുള്ളത് 60 ആയി മാറും. കാരണം ഇതിന് ഓപ്പോസിറ്റ് 60 ആണ്, അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതും 60 ആവും. അങ്ങനെ 60 ആയി മാറും. ഇത് 60 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എ എം ഡി എന്നുള്ള ആംഗിളും എന്തായി മാറും? 60 ആയി മാറും. അതാണ് ആംഗിൾ എ എം ഡി ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതാൻ കാരണം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് ആംഗിൾസ്, അതായത് ഇതിലെ ഈ രണ്ട് ആംഗിൾസിന് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് തേർഡ് ആംഗിൾ. ഓക്കെ, ഇതിലെ ഈ രണ്ട് ആംഗിളും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതാണ് തേർഡ് ആംഗിൾ. ഇതിലെ ഇത് രണ്ടും കഴിച്ച് പിന്നെ ബാക്കിയുള്ളതാണ് തേർഡ് ആംഗിൾ. അപ്പോൾ എല്ലാത്തിലും തേർഡ് ആംഗിളും എന്തായി മാറും? ഈക്വലായി മാറും. കുറേ ട്രയാങ്കിൾസ് എടുത്തു, ആ ട്രയാങ്കിൾസ് എല്ലാം രണ്ട് ആംഗിൾസ് വീതം ഈക്വലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് വരുന്ന ആംഗിൾ സ്വാഭാവികമായിട്ടും ഈക്വലായി മാറും. കാരണം എന്താ? 3 ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ദെർഫോർ തേർഡ് ആംഗിൾസ് ഇൻ 3 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. എല്ലാ ട്രയാങ്കിൾസിലും മൂന്നാമത്തെ ആംഗിൾ എന്താണ്? ഈക്വലാണ്. അപ്പോൾ ആംഗിൾ എ ഡി എം ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എം സി ഈസ് ഈക്വൽ ടു ആംഗിൾ എം സി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 40 ദാറ്റ്സ് ഈക്വൽ ടു 80. എ ഡി എം, ഓക്കെ, എ ഡി എം സെഡ്, ഓക്കെ, ഡി എം സി സെഡ്, എം സി ബി സെഡ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഈക്വലാണ്. അതെല്ലാം എത്രയാണ്? 180 മൈനസ് 60 പ്ലസ് 40. കാരണം എല്ലാ ട്രയാങ്കിൾസിലും അറിയുന്ന രണ്ട് ആംഗിൾസ് എത്രയൊക്കെയാണ്? 40യും 60 ആണ്. ഇത് 60 ആണ്, ഇത് 40 ആണ്. അപ്പോൾ 40 പ്ലസ് 60, ഇവിടെ 40 പ്ലസ് 60, ഇവിടെ 40 പ്ലസ് 60. അപ്പോൾ പിന്നെ ബാക്കി വരുന്നത് ഇത് എല്ലാത്തിലും ഈക്വൽ ആയിരിക്കും. അത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് 180 മൈനസ് 60 പ്ലസ് 40 ദാറ്റ് ഈസ് 180 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. Okay, so we write what? Therefore angles in triangle AMD, BMC and DCM are 40 degree, 60 degree and 80 degree. Okay, പിന്നെ അവിടെ സെക്കൻഡ് പാർട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് എ സ്പെഷ്യൽ അബൌട്ട് ദ ക്വാഡ്രിലാറ്ററൽ AMCD ആൻഡ് MBCD? ഓക്കെ, AMCD എന്ന ക്വാഡ്രിലാറ്ററലും അതേപോലെ തന്നെ MBCD എന്ന ക്വാഡ്രിലാറ്ററൽ, ഈ രണ്ട് ക്വാഡ്രിലാറ്ററലും എന്താണ് പ്രത്യേകത എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പാരലലാണ്, മാത്രമല്ല ഈക്വലാണ്.